പിണറായി വിജയൻ എന്ന മുൻ മുഖ്യമന്ത്രി അദ്ദേഹത്തിന് പാർട്ടി എക്സെപ്ഷൻ കൊടുത്തതാണ്. കേരളത്തിൽ ബാക്കി എല്ലാ നേതാക്കളും പ്രായപരിധി വെച്ചപ്പോൾ ഇദ്ദേഹത്തിന് മാത്രം പ്രായപരിധി കൊടുത്തില്ല. ഇദ്ദേഹത്തിന് എക്സെപ്ഷൻ കൊടുത്തു. 3 തവണ എന്നുള്ളത് കൊടുത്തില്ല, ഒന്നും കൊടുത്തില്ല. കാരണം അദ്ദേഹം മാത്രമേ കേരളത്തിൽ പാർട്ടിയെ നയിക്കാനുള്ളൂ എന്ന് തീരുമാനിച്ചു. അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നം, വാർദ്ധക്യ പ്രശ്നമൊക്കെ ഉണ്ട്, അതവിടെ നിൽക്കട്ടെ, അത് അദ്ദേഹം തീരുമാനിക്കട്ടെ. പക്ഷേ അത് ഉയർത്തുന്ന ചോദ്യങ്ങൾ കേവലം ആരോഗ്യമോ വാർദ്ധക്യമോ അല്ല. അത് ഉയർത്തുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലെയുള്ള ഒരു പാർട്ടി മുരടിച്ചു പോയി എന്നതിന്റെ ലക്ഷണമാണ്. കഴിഞ്ഞ കുറെ കാലമായി നമ്മൾ പറയുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആരാണ് എന്ന് തർക്കമെങ്കിലും ഉണ്ടായി. ഏതാണ്ട് തുല്യരായ 2-3 നേതാക്കന്മാരുണ്ടായി. പക്ഷേ CPM-ൽ അങ്ങനെ തർക്കിക്കാൻ പോലും ആളില്ല. കാരണം ഒരു ചോദ്യമേ ഉള്ളൂ, ഒരാളേ ഉള്ളൂ. അത് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ പരാജയത്തിന് കാരണമായി എന്ന് ഇടതുപക്ഷത്തുള്ള ധാരാളം പേർ തന്നെ പറയുന്നു. ഇപ്പൊ ജില്ലാ കമ്മിറ്റികളിലെല്ലാം പിണറായി മാറണം എന്ന് പറയുന്നു. MP ഗോവിന്ദനെതിരെ ഉണ്ട്, മാറണം എന്ന് പറയുന്നു. ഇതൊക്കെ പറഞ്ഞാലും പിണറായി മാറില്ല. ആളുകൾ പറയുന്നത് പോലെ അദ്ദേഹത്തിന് മറ്റേ പ്രതിപക്ഷ നേതാവ് മന്ത്രിസ്ഥാനം കിട്ടി അതിന്റെ ചികിത്സ കിട്ടാനൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ പ്രശ്നം പാർട്ടിയുടെ പ്രശ്നമാണ്. ഇത്ര കാലം ഈ വേണ്ടാതീനം മുഴുവൻ ചെയ്തിട്ടും ഇപ്പോൾ വന്നിട്ട് തോമസ് ഐസക്കിന്റെ സെക്രട്ടറിയുടെ വരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കണ്ടു. എന്റെ സുഹൃത്താണ്. പിണറായി ഒഴിയണമായിരുന്നു. ഇതാരോടാ പറയണത്? നമ്മളോടാണ്. ഇപ്പോഴാണോ പറയണേ? പിണറായി അധികാരത്തിലിരുന്നപ്പോൾ ഒരു പ്രാവശ്യം പോലും ഇവിടെ വലിയ വിമർശനങ്ങൾ മറുപക്ഷത്തു നിന്നുണ്ടായി, പൊതുസമൂഹത്തിൽ നിന്നുണ്ടായി, പ്രതിപക്ഷത്തു നിന്നുണ്ടായി, സാമൂഹിക സംഘടനകളിൽ നിന്നുണ്ടായി. ഒരു പ്രാവശ്യം പോലും പിണറായി സഖാവെ അങ്ങയുടെ രീതി ശരിയല്ല എന്ന് പറയാൻ ധൈര്യമില്ലാതിരുന്ന ആളുകൾ എന്തുകൊണ്ടാണ് അങ്ങനെ ധൈര്യമില്ലാതിരുന്നത്? അങ്ങനെ ധൈര്യം വന്നാൽ നിങ്ങൾ പുറത്താവും, അല്ലെങ്കിൽ നിങ്ങൾ 51 വെട്ടി കൊല്ലും, നിങ്ങൾ ഉണ്ടാവില്ല. പിണറായിയേക്കാൾ ഒരു അല്പം മുമ്പോട്ട് വരുന്നുവോ എന്ന് 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് സംശയമുണ്ടായിരുന്നു ശൈലജ ടീച്ചർ. ടീച്ചർ ഇപ്പൊ എവിടെയുണ്ട്? ടീച്ചറെ പേരാവൂര് പിടിക്കാൻ വിട്ടു എന്നുള്ള കള്ളക്കഥയല്ലേ ഉണ്ടാക്കി. തലയ്ക്ക് വെളിവുള്ള ആളുകൾക്ക് അറിയാം പേരാവൂര് അവർ തോൽക്കും. തലശ്ശേരി അവര് വടകര, തലശ്ശേരി ഉൾപ്പെടുന്ന വടകര അവർ തോൽക്കുമെന്ന് അറിയായിരുന്നു. 2 സ്ഥലത്തിട്ട് ആ ടീച്ചറെ തോൽപ്പിച്ച് പരിപാടി തീർത്തു. ബാക്കി വളർന്നു വരുന്ന നേതാക്കൾ കുറെ ആളുകളെ ആദ്യമേ വെട്ടി. തോമസ് ഐസക്കിനെയും അതുപോലെയുള്ള ആളുകളെയൊക്കെ വെട്ടി, ജയരാജന്മാരെയൊക്കെ വെട്ടി. ആകെ ഞാൻ മാത്രം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലല്ല, അതിനു മുമ്പുള്ള മന്ത്രിസഭ, അപഹാസ്യമായൊരു മന്ത്രിസഭയായിരുന്നു അതെന്ന് ആർക്കും അറിയാത്ത. ശൈലജ ടീച്ചറെ മന്ത്രിസഭയിൽ എടുത്തില്ല, എന്നിട്ട് വീണ ജോർജിനെ പോലെ ഒരാൾ എടുത്ത് നശിപ്പിച്ചു. ഒരാളെയും, സെൻസിബിളായ ഒരാളെയും മന്ത്രിസഭയിൽ എടുത്തില്ല. അപ്പൊ ഇപ്പൊ പ്രതിപക്ഷ നേതാവ് ആരാണെന്നല്ല ചോദിക്കണ്ടേ, ആ മന്ത്രിസഭ എങ്ങനെയായിരുന്നു അന്ന് ചോദിച്ചില്ലല്ലോ. അന്ന് പിണറായി ദൈവമാണ്, തിരുവാതിരക്കളിയാണ്, പാട്ടാണ്. ഇതിന്റെ പ്രശ്നം 2ാം നിര നേതാക്കൾ ഉണ്ടാകരുത് എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലൊക്കെ തന്നെ തീരുമാനമുണ്ട്. കോൺഗ്രസ് പിന്നെ അലവലാതി പാർട്ടിയാണ്, അവര് ജനങ്ങളുടെ ജനക്കൂട്ടമാണ്, ആൾക്കൂട്ടമാണ്. പക്ഷെ ഒരു ഗുണമുണ്ട്. കഴിഞ്ഞ 10 വർഷത്തെ ലിസ്റ്റ് നിങ്ങൾ എടുക്കുക. കേരളത്തിൽ ചാനൽ ചർച്ചകളിലോ പ്രസംഗങ്ങളിലോ വന്നിട്ടുള്ള യുവ നേതാക്കൾ മുഴുവൻ കോൺഗ്രസിന്റെ പക്ഷത്താണ്, CPM-ന്റെ പക്ഷത്തല്ല. CPM-ന് പ്രസന്റ് ചെയ്യാവുന്ന ഒരു നേതാവ് പോലും ഇല്ല. എന്താ അങ്ങനെ സംഭവിച്ചത്? പറയുമ്പോൾ SFI അല്ലേ എല്ലാ യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലൊക്കെ ജയിക്കണേ? ആ കുട്ടികൾ എവിടെ പോണു? വലിയ നേതാക്കന്മാർ അവിടെ ഉണ്ടാവുന്നുണ്ടല്ലോ, നല്ല പ്രാസംഗികരൊക്കെ ഉണ്ടാവുന്നുണ്ടല്ലോ, അവരൊക്കെ എവിടെ പോണു? അവരെന്തുകൊണ്ടാണ് CPM-ന്റെ മുൻനിരയിൽ വരാത്തത്? വരുന്ന ആളുകളൊക്കെ ഈ പറഞ്ഞതുമാതിരി മനുഷ്യനെ വെറുപ്പിക്കുന്ന ഭാഷ പറയുന്ന ആളുകളല്ലാതെ ആരുണ്ട് സത്യസന്ധമായി ജനങ്ങളോട് സംവദിക്കാൻ കഴിയുന്ന? അനിൽകുമാറോ, ജയ്ക്കോ, വസീഫോ, എല്ലാവരും അങ്ങനെ തന്നെയാണ്, ആർഷോ. ഇതിലൊക്കെ പേര് പറഞ്ഞാൽ തന്നെ ആളുകൾ അപ്പൊ തന്നെ സംഭവം കൂട്ടും. മറുവശത്ത് ഞാൻ നേതാക്കളുടെ പേരൊന്നും പറയുന്നില്ല. യൂത്തിന്റെ രംഗത്ത്, യൂത്ത് കോൺഗ്രസിന്റെ രംഗത്ത് എത്ര നേതാക്കൾ, യൂത്ത് ലീഗിന്റെ രംഗത്ത് എത്ര നേതാക്കൾ വന്നു? എന്തേ വരാതിരുന്നത്? എനിക്ക് ശേഷം പ്രളയം എന്ന് പിണറായി തീരുമാനിച്ചിട്ടുണ്ട്. ഇതാണ് ലോകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കൊക്കെ പറ്റിയിട്ടുള്ളത്. ഇത് കേവലം ഒരു സംഘടനാ പ്രശ്നം മാത്രമല്ല, ഇതൊരു രാഷ്ട്രീയ പ്രശ്നം കൂടിയാണ്. പുതിയ തലമുറയോട് സംവദിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ നേതാക്കൾ ഇല്ലാതായി. കോൺഗ്രസിൽ എന്തൊക്കെ വിപ്ലവം നടന്നാലും പുതിയ ജനറേഷൻ വന്നു. എന്റെയൊക്കെ ഓർമ്മയിൽ കോൺഗ്രസിൽ 3 നേതാക്കന്മാരുടെ പേരാണ് ആദ്യം കേൾക്കുക: കരുണാകരൻ, ആന്റണി, ഉമ്മൻചാണ്ടി. 3 പേരും ഇല്ല. വേറെ നേതാക്കന്മാർ വളർന്നു വന്നു. ആ നേതാക്കന്മാർ വളർന്നു വന്നു.
ഇപ്പൊ പുതിയ ജനറേഷനായി. എപ്പോഴും സതീശന് ഉള്ള ഒരു അഡ്വാൻറ്റേജ് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, പുതിയ ജനതയോട്, യൂത്തിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നത്, പോക്കിന്നോ വേറെ എന്ത് വേണമെങ്കിൽ പറഞ്ഞു, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു നേതാവാണ് സതീശൻ. അത് പുതിയ ജനറേഷന് മനസ്സിലാവും. ഈ പഴയ ആൾക്കും അതുകൊണ്ടാണ് പലപ്പോഴും സതീശനെതിരായി ഇവർ വല്ലാതെ അറ്റാക്ക് ചെയ്തത്. എത്ര സതീശനെതിരായി അറ്റാക്ക് ചെയ്തോ അത്രയും സതീശൻ ഗെയിൻ ചെയ്തു ഈ തെരഞ്ഞെടുപ്പിൽ. അങ്ങനെ ഞാൻ കാണുന്നു. സോഷ്യൽ സപ്പോർട്ട് സതീശന് വന്നു. കാരണം ഇവർ പറയുന്ന ഭാഷ ഇവിടുത്തെ യൂത്തിന് മനസ്സിലാവുകയേയില്ല. ഈ കടും പിടിച്ച ഭാഷ, അച്ചടി ഭാഷ വരില്ല. അതുകൊണ്ട് പിണറായിക്ക് ആ ഭാഷ അറിയാവൂ. പിണറായി ഇപ്പൊ തൊഴുന്നു, പിടിക്കുന്നു, മോഹൻലാലുമായിട്ട് ഇന്റർവ്യൂ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് കോമാളിത്തരാണെന്ന് ആർക്കറിയാത്തത്? അധികാരമില്ലാത്ത ഒരാള് സിമന്റ് ബെഞ്ചിലിരിക്കുന്നു. അപ്പൊ എന്തിനാ 33 വണ്ടിയായിട്ട് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് വരെ പോയത്? അദ്ദേഹത്തിന് ഇത്ര വലിയ ഭീഷണി ഉണ്ടായിരുന്നു ഇവിടെ കേരളത്തിൽ? ഭീഷണി ഉണ്ടായിരുന്നെങ്കിൽ ശരിയാ, ഇല്ലല്ലോ. അപ്പോ തീർച്ചയായും ലാർജർ ദാൻ സൈസ് നേതാക്കന്മാരെ സൃഷ്ടിക്കുകയും അവരെ ദൈവപരിവേഷമാവുകയും അവരെ കാരണഭൂതനാവുകയും അവർക്ക് വേണ്ടി തിരുവാതിര പാട്ട് എഴുതുകയും ഒക്കെ ചെയ്ത ആളുകൾ അവർ തന്നെയാണ് ഇതിന്റെ കുറ്റക്കാർ. അതുകൊണ്ട് പിണറായിക്ക് പകരം വെക്കാൻ ഒരാളൊന്നും CPM അടുത്ത കാലത്തൊന്നും ഉണ്ടാവില്ല. ഉണ്ടായാൽ അത് CPM അന്ത്യമായിരിക്കും. കാരണം ഇത് മുഴുവൻ ഈ അഴിമതിയുടെയും ഈ ഘടുകാര്യസ്ഥതയുടെയും ഒക്കെ വലിയ കോട്ട പാർട്ടി കെട്ടിപ്പോക്കിയിട്ടുള്ളത് പിണറായി എന്ന ബിംബത്തെ ആശ്രയിച്ചാണ്. അത് പോയാൽ പാർട്ടിയുടെ ഘടന തന്നെ ഇല്ലാണ്ടാവും, പാർട്ടിക്ക് മുന്നോട്ട് വയ്ക്കാൻ രാഷ്ട്രീയം ഇല്ലാതാവും, ജനങ്ങളോട് പറയാൻ കാര്യങ്ങളില്ലാതാവും.